Hello my dears, welcome back to my channel. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പിക്കിൾ ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ ബീഫ് പിക്കിൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ബീഫ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇൻ കേസ് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടി പിടിക്കാതിരിക്കാനാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ വെള്ളം ഒന്ന് പോകാനായിട്ട് ഒരു 2-3 മിനിറ്റ് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. അപ്പം ഈ മസാലയൊക്കെ നല്ലോണം ഈ ബീഫിൽ പെരണ്ട് കിട്ടും. അതിനായിട്ട് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇനി ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഈ ബീഫ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബീഫ് ഇതേപോലെ ഫ്രൈ ചെയ്യുന്നത് ബീഫിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോകാനായിട്ടാണ്. നമ്മൾ ഈ ബീഫ് പിക്കിൾ ഇടുമ്പോൾ കുറേ കാലം കേടുകൂടാതെ നിൽക്കാനായിട്ടാണ് ഇതേപോലെ ഫ്രൈ ചെയ്യുന്നത്. ബീഫ് ഇപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാ ബീഫും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് പിക്കിൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നേരത്തെ ബീഫ് ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ആ ഫ്രൈ ചെയ്ത ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 30 വെളുത്തുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചിനെയും കാട്ടും കൂടുതൽ വേണം വെളുത്തുള്ളി ചേർക്കാനായിട്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ്. അപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളകുകളുടെ എണ്ണം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പിക്കിൾ ഉണ്ടാക്കുമ്പം ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലെ സ്റ്റീലിലൊക്കെ ഉണ്ടാക്കുമ്പം ഈ വിനീഗർ ചേർക്കുന്നത് കാരണം അതൊരു റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ബെസ്റ്റായിട്ട് നമുക്ക് ചട്ടിയിലാണ് ഈ പിക്കിളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഈ വിനീഗർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പച്ച വെള്ളത്തിൻ്റെ ഒരു ചുവ ഉണ്ടാവും നമ്മുടെ അച്ചാറിലായിട്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പിക്കിളുടെ ഗ്രേവി ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം.
നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബീഫ് ഇനി ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ഈ ബീഫും ഈ നമ്മളുടെ ഈ പിക്കിളുടെ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് വരിക. നമ്മുടെ ബീഫ് പിക്കിൾ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് ഇപ്പം ഈ ചാറിൽ കിടന്ന് നല്ലോണം പെരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഈ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ലോണം പെരണ്ടിരിക്കും. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ ബീഫ് പിക്കിളിൻ്റെ അവസ്ഥ ഇതാണ്. നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു ബീഫ് പിക്കിളിൻ്റെ ലിക്വിഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഈ ബീഫ് നല്ലോണം അബ്സോർബായി വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പിക്കിൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഈ ബീഫ് പിക്കിൾ നമുക്കിനി ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും നമ്മൾ പൊട്ടുന്ന കുപ്പിയിലേക്ക് വേണം അച്ചാർ ഇട്ട് വെക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മേലെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പിക്കിൾ കുറേ കാലം കേടാവാതിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. പുതിയൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.